Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. കണ്ണൂർ ആകാശവാണി അവതരിപ്പിക്കുന്ന റേഡിയോ ടീച്ചർ പ്രശ്നോത്തരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വത്സലൻ. ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുന്ന ടീമുകളെ പരിചയപ്പെടാം. ആദ്യം ടീം എ. എൻ്റെ പേര് മുഹമ്മദ് റിഷാൽ. എൻ്റെ പേര് നജ ഫാത്തിമ. ഞങ്ങൾ സിറ്റി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. നെക്സ്റ്റ് ടീം ബി. എൻ്റെ പേര് ശ്രീയുക്താർ ഹേമന്ത്. എൻ്റെ പേര് രോഹിജ സുനിൽ. ഞങ്ങൾ GHSS കണ്ടാടിപ്പറമ്പയിൽ നിന്നും വരുന്നു. അടുത്തതായി ടീം സി. എൻ്റെ പേര് നിവേദ്യ AC. എൻ്റെ പേര് നിരഞ്ജന കെ. ഞങ്ങൾ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. എൻ്റെ പേര് അരുനന്ദ. എൻ്റെ പേര് ശ്രീഹരണിയസ്. ഞങ്ങൾ GHS പള്ളിക്കൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് നിവേദ്യ KV. എൻ്റെ പേര് സന ബാബു. ഞങ്ങൾ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഇന്നത്തെ പ്രശ്നോത്തരി 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫി ഭാഗത്ത് നിന്നുള്ള 5, 9, 10 യൂണിറ്റുകളായ പൊതുചെലവും പൊതുവരുമാനവും, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നീ ചാപ്റ്ററുകളിൽ നിന്നാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമായിട്ടും ജിയോഗ്രഫി ഭാഗത്തു നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രശ്നോത്തരി 1 വേർഡ് ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, എസ്സേ ടൈപ്പ് എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഈ റൗണ്ടിലും ഉത്തരം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ 5 മാർക്കും, പാസ് ചെയ്തിട്ട് അടുത്ത ടീം പറയുകയാണെങ്കിൽ ആ ടീമിന് 3 മാർക്കുമായിരിക്കും. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടീം എയോടാണ്. വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് ബജറ്റ്സ്? 3 തരം ബജറ്റുകൾ ഏതെല്ലാം? ബാലൻസ്ഡ് ബഡ്ജറ്റ്സ്, സർപ്ലസ് ബഡ്ജറ്റ്സ് ആൻഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്സ്. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 മാർക്ക്. എന്താണ് സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ് എന്താണെന്നും കമ്മി ബജറ്റ് എന്താണെന്നും പറയാൻ പറ്റുമോ? When the income and the expenditure of the government is balanced, the budget is called balanced budget. And when the income is more than the expenditure incurred by the government, it is called surplus budget. And when the income is less than the expenditure incurred by the government, the budget is called deficit budget. വെരി ഗുഡ്. ടീം എ നന്നായിട്ട് തന്നെ അതിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ഈസ് ടാക്സ്? ലിസ്റ്റ് 2 ടൈപ്സ് ഓഫ് ടാക്സസ്. നികുതി എന്നാൽ എന്ത്? 2 വിധത്തിലുള്ള നികുതികൾ ഏതെല്ലാം? ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ജനങ്ങൾ സർക്കാരിന് നൽകേണ്ട നിർബന്ധിത തുകയാണ് നികുതി. പരോക്ഷ നികുതി, പ്രത്യക്ഷ നികുതി എന്നിങ്ങനെ 2ആയിട്ടാണ് നികുതിയെ തിരിച്ചിരിക്കുന്നത്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് വ്യക്തിഗത ആദായ നികുതി. പരോക്ഷ നികുതിക്ക് ഉദാഹരണമാണ് GST, GSTM, IGST, CGST, SGST എന്നിങ്ങനെ തിരിക്കുന്നു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. 5 മാർക്ക്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട പണമാണ് നികുതി. നമ്മളൊക്കെ നികുതി നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നികുതിയാണ് ഉള്ളത്. പ്രത്യക്ഷ നികുതിയെന്നും പരോക്ഷ നികുതിയെന്നും. ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ നികുതി അടയ്ക്കുമ്പോൾ അതിനെ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു.
അതുപോലെ തന്നെ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നികുതി ഭാരം നികുതി ചുമത്തുന്ന വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറ്റാൻ കഴിയും. ഈ രണ്ട് നികുതിയും നമ്മളൊക്കെ അടക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോട്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ? GST കൗൺസിലിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം? നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, GSTയിൽ ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ, GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും. ടീം സി പറഞ്ഞ ആൻസർ ശരിയാണ്. 5 പോയിന്റ്. വിട്ടുപോയ ചില പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർക്കാം. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം. മറ്റൊന്ന് ഡിറ്റർമിനിങ് ദ ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടോട്ടൽ ടേൺ ഓവർ. മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡി. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ്? ഇലക്ട്രോണിക് ബാങ്കിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? Can transfer money and pay bills from anywhere in the world using mobile phone, less expense, save time. ഓക്കെ, ടീം ഡി പറഞ്ഞ ആൻസർ ശരിയാണ്. 5 മാർക്ക്. എനി ടൈം ബാങ്കിങ്, എനിവെയർ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോൺ ബാങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് പേയ്മെന്റ് ബാങ്ക്സ്? പേയ്മെന്റ് ബാങ്കുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? പേയ്മെന്റ് ബാങ്കുകൾ ഇവ വായ്പ നൽകുന്നില്ല. ബാങ്കുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നില്ല. ആൻസർ ശരിയാണ്. 1-2 പോയിന്റുകൾ കൂടി വിട്ടുപോയിട്ടുണ്ട്, അത് കൂട്ടിച്ചേർക്കാം. 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ആസ് സ്പെസിഫൈഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിക്ഷേപങ്ങൾക്ക് RBI നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. ടീം ഇക്ക് 5 മാർക്ക്. വീണ്ടും ടീം ഇയോട് തന്നെയാണ് ചോദ്യം. ബൈ വിച്ച് ആക്ട് ദി നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു സാറ്റിസ്ഫൈ ഓൾ ദ ബേസിക് ഡ്യൂട്ടീസ് ഓഫ് എ ബാങ്ക് ആർ രജിസ്റ്റേർഡ്? ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ബാങ്കിതര ധനകാര്യ കമ്പനികൾ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? 1936. വെരി ഗുഡ്, ആൻസർ ശരിയാണ്. ടീം ഇക്ക് 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡി. ദി നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969. 1969 ദേശസൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എത്ര? 17. ഉത്തരം തെറ്റാണ്. ഈ ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്യുന്നു. 14. വെരി ഗുഡ്, ആൻസർ ശരിയാണ്. 14. 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ബാങ്ക്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് തരം ബാങ്കുകൾക്ക് ഉദാഹരണമാണ്? ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം ബിയിലേക്ക് പോകുന്നു. വികസന ബാങ്കുകൾ. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. വികസന ബാങ്കുകൾ. 3 മാർക്ക്. Development banks provide long-term loans for various needs such as modernization of industries. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. ഇപ്പോൾ കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും വികസന ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം ടീം ബിയോടാണ്. വിച്ച് ബാങ്ക്സ് സ്ലോഗൻ ഈസ് വുമൺസ് എംപവർമെന്റ് ഇന്ത്യാസ് എംപവർമെന്റ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏതിന്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്കുകൾ. ആൻസർ ശരിയാണ്. ടീം ബിക്ക് 5 മാർക്ക്. ഭാരതീയ മഹിളാ ബാങ്ക്. ഭാരതീയ മഹിളാ ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ November 2013. This bank accepts deposit from all. It provides loans mainly to women. 2013 ഈ ബാങ്ക് ആരംഭിച്ചത്. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കും, പക്ഷേ വായ്പ നൽകുന്നത് കൂടുതലും വനിതകൾക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറക്റ്റ് ആൻസർ. ടീം എക്ക് 5 മാർക്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നീ ബാങ്കുകൾ 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ചിരുന്നു. പ്രശ്നോത്തരിയുടെ
4 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. 4ാമത്തെ റൗണ്ടിൽ ഓരോ ടീമിനും കിട്ടിയ പോയിന്റുകൾ പരിശോധിക്കാം. ടീം എ 10 മാർക്ക്, ടീം ബി 13 മാർക്ക്, ടീം സി 8 മാർക്ക്, ടീം ഡി 5 മാർക്ക്, ടീം ഇ 10 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷൻ റൗണ്ടുകളാണ്. ഇനി നമ്മൾ കിടക്കുന്നത് 5ാമത്തെ റൗണ്ടിലേക്കാണ്. ഈ റൗണ്ടിൽ ചോദിച്ച ആദ്യം തന്നെ ഉത്തരം പറയുന്ന ടീമിന് 5 മാർക്കും, അവർക്ക് കിട്ടാതെ പാസ് ചെയ്തു പോയിട്ട് മറ്റൊരു ടീം ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് 3 മാർക്കും. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. വാട്ട് ആർ ദ ജിയോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ റൈസ് കൾട്ടിവേഷൻ? നെൽകൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തെല്ലാം? Alluvial soil, rainfall 150 centimeter and moderate or high temperature. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 മാർക്ക്. എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം. അതുപോലെ തന്നെ ധാരാളം മഴ വേണം. ഏകദേശം 150 സെന്റിമീറ്റർ കൂടുതൽ മഴ വേണം. ടീം എക്ക് 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗതത്തിന്റെ പൊതുവായ മേന്മകൾ എന്തെല്ലാം? കൂടുതൽ ദൂരങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുവാൻ വേണ്ടി സാധിക്കുന്നു. കൂടുതൽ അളവിലും കൂടുതൽ എണ്ണത്തിലും സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. 5 മാർക്ക്. എങ്കിലും ചില പോയിന്റ്സുകളൊക്കെ ടീം ബി വിട്ടുപോയിട്ടുണ്ട്, അത് കൂട്ടിച്ചേർക്കാം. ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം. സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ ട്രാൻസ്പോർട്ട്, വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതം, അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡു നോട്ട് കോസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജ്യമാണ് ജലഗതാഗത മാർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിക്കാണ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിംഗ്? ആകാശീയ വിദൂര സംവേദനത്തിന് പല മേന്മകൾ ഉണ്ടെങ്കിലും ചില പോരായ്മകളും ഉണ്ട്. അവ എന്തെല്ലാമാണെന്ന് പറഞ്ഞ്? വിമാനത്തിനുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ വ്യക്തത നഷ്ടപ്പെടുത്തുന്നു. വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് ഇടയ്ക്കിടെ ഇറക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്നു. വിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനും വിസ്തൃതമായ പ്രദേശം ആവശ്യമാണ്. ടീം സി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഒരു പോയിന്റ് കൂടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല. ടീം സിക്ക് 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വിച്ച് ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻ ഈസ് നോൺ ആസ് ദി സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? പെനിൻസുല പ്ലാറ്റ്യൂ. ടീം ഡി പറഞ്ഞ ഉത്തരം ശരിയാണ്. പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി. ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ മേഡ് ഓഫ് ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്സ് ഫോംസ് ദി ഓൾഡസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് എക്സ്റ്റൻസീവ് ഫിസിക്കൽ ഡിവിഷൻ ഓഫ് ഇന്ത്യ. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെറുതുമായ ഭൂവിഭാഗമാണ്. ടീം ഡിക്ക് 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. വിച്ച് ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻ ഈസ് നോൺ ആസ് ദി ഗ്രാനറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഭക്ഷ്യധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തര മഹാസമുദ്രം. ടീം ഈ പറഞ്ഞ ആൻസർ ശരിയാണ്. ഉത്തര മഹാസമുദ്രം, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്. ടീം ഇക്ക് 5 മാർക്ക്. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തര മഹാസമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഉത്തര മഹാസമുദ്രം. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിറ്റ് കാരണം. അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിറ്റ് കാരണം. എന്തുകൊണ്ടായിരിക്കും അലൂവിയൽ സോയിലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാ? വേറെ ആർക്കും പറയാം. സോയിൽ ഫെർട്ടൈൽ ആയിരിക്കും. അപ്പം ഫാമിങ്ങിനും ഒരുപാട് ക്രോപ്സിന് സ്യൂട്ടബിൾ ആണ്. ശരിയാണ്. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. എക്സ്പ്ലെയിൻ ഹൗ എ ഹെൽത്തി പേഴ്സൺ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ആരോഗ്യമുള്ള വ്യക്തികൾ
രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുന്നത് എങ്ങനെ? വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മുൻപിൽ ഏറ്റെടുത്ത് നടത്തുന്നു. നഗരവൽക്കരണം, ആധുനികവൽക്കരണം എന്നിവയിൽ പങ്കാളികളാവുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. ടീം ഈ പറഞ്ഞ ഉത്തരം പൂർണ്ണമല്ല. ചോദ്യം ടീം ഡിയിലേക്ക് പോകുന്നു. A healthy person can less the medicine expense of the government and the person can increase the efficiency and the number of working days. ടീം ഡി പറഞ്ഞ ഉത്തരം ശരിയാണ്. പാസ് ചെയ്ത് ചോദ്യമായതുകൊണ്ട് തന്നെ ടീം ഡിക്ക് 3 മാർക്ക്. ഇതിൽ വിട്ടുപോയ ചില പോയിന്റുകൾ കൂട്ടിച്ചേർക്കാം. നാച്ചുറൽ റിസോഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് പ്രോപ്പർലി. പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കാനാവും. എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ത്രൂ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദന വർധനവിലൂടെ സാമ്പത്തിക വികസനം സാധ്യമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയൻ റിവേഴ്സ്? ഹിമാലയൻ നദികളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? പാസ്. ടീം ഡിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ടീം സിയിലേക്ക് പാസ് ചെയ്യുന്നു. ഹിമാലയൻ നിരകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. അപരദന തീവ്രത കൂടുതൽ, അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും വളഞ്ഞുപുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. വെരി ഗുഡ്. ടീം സി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം സിക്ക് 3 മാർക്ക്. ഹൈ പൊട്ടൻഷ്യൽ ഓഫ് ഇറിഗേഷൻ, ഉയർന്ന ജലസേചന ശേഷി. ആ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്, കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വാട്ട് ആർ കോണ്ടൂർ ലൈൻസ്? കോണ്ടൂർ രേഖകൾ എന്നാൽ എന്ത്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഉത്തരം കറക്റ്റാണ്. ടീം സിക്ക് 5 മാർക്ക്. ഭൂപ്രദേശത്തിന്റെ ഉയരം, ചരിവിന്റെ സ്വഭാവം, ഭൂരൂപത്തിന്റെ ആകൃതി എന്നിവ ധരാതലീയ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയ്ൻസ്? ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തൊക്കെ? പണ്ടു മുതൽക്കേയുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നു. നദികളുടെ ഉത്ഭവസ്ഥാനം, ജീവിവർഗങ്ങളുടെ ഉത്ഭവം സംഭവിക്കുന്നു. ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലുടനീളം മഴ പെയ്യിപ്പിക്കുന്നു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 മാർക്ക്. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അതുകൂടി ഇതിൻ്റെ ഒരുമിച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്രോപ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു അഗ്രികൾച്ചറൽ സീസൺ ഇൻ ഇന്ത്യ. വാട്ട് ആർ ദി അഗ്രികൾച്ചറൽ സീസൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾക്കനുസരിച്ച് വിളകളെ വർഗീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ ഏതൊക്കെ? റാബി, ഖാരിഫ്, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ്. ടീം എ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ടീം എക്ക് 5 മാർക്ക്. പ്രശ്നോത്തരിയിൽ ഇതുവരെ 5 റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞു. 5ാമത്തെ റൗണ്ടിൽ നേടിയ മാർക്കുകൾ ഇവിടെ അറിയിക്കുകയാണ്. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 13 മാർക്ക്, ടീം ഡി 8 മാർക്ക്, ടീം ഇ 5 മാർക്ക്. ഈ പ്രശ്നോത്തരിയുടെ 5 റൗണ്ടുകൾ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഓരോ ടീമിനോടും ഓരോ ചോദ്യം ചോദിക്കും. ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ അടുത്ത ടീമിലേക്ക് ഇത് പാസ് ചെയ്യാൻ പറ്റൂല. ഉത്തരം പറയുന്ന ടീമിന് 5 മാർക്ക് കിട്ടും. ഒന്നാമത്തെ ചോദ്യം, നോർത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് ടേംഡ് ആസ്. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ എന്ത് വിളിക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ടീം എ ആണ്. ഉത്തരായണം. ആൻസർ ശരിയാണ്. ടീം എക്ക് 5 മാർക്ക്. ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ 21-ന് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. നെയിം ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ഓൾമോസ്റ്റ് ത്രൂ ദി മിഡിൽ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ മധ്യഭാഗത്തു കൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? മാനകരേഖാംശം. മാനകരേഖാംശം, സ്റ്റാൻഡേർഡ് മെറീഡിയൻ. ടീം ബി പറഞ്ഞ ആൻസർ ശരിയാണ്. 5 മാർക്ക്.
മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിന്റെ മാനക സമയം. അറിയാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ടൈം ദാറ്റ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദ സൺ ഈസ് നോൺ ആസ് ഡാഷ്. ഒരു സ്ഥലത്തെ സൂര്യന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമയത്തെ എന്ത് വിളിക്കാം? പ്രാദേശിക സമയം. ആൻസർ ശരിയാണ്. പ്രാദേശിക സമയം, ലോക്കൽ ടൈം. ടീം സിക്ക് 5 മാർക്ക്. ഒരു പ്രദേശത്തെ സൂര്യന്റെ സ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ സമയം നിർണയിച്ചിരിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് നേരെ മുകളിൽ സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയെന്ന് കണക്കാക്കും. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. ദി ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് അനാലിസിസ് ദി പോപ്പുലേഷൻ, ദി ചേഞ്ച് ഇൻ ഇറ്റ്സ് സൈസ്, ഇറ്റ്സ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഈസ് കോൾഡ് ഡാഷ്. ജനസംഖ്യ, അതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖ ഏതാണ്? ഡെമോഗ്രഫി. ആൻസർ ശരിയാണ്. ടീം ഡിക്ക് 5 മാർക്ക്. ഡെമോഗ്രാഫി, ജനസംഖ്യാ ശാസ്ത്രം. ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടീം ഇയോടാണ്. വിച്ച് ഈസ് ദ പ്രോജക്ട് ദാറ്റ് എൻഷുർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു 6 years. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് എന്താണ്? ശിശുവികസന പദ്ധതി. പൂർണ്ണമായിട്ടില്ല. സംയോജിത ശിശുവികസന സേവന പരിപാടി. ടീം ഇ നൽകിയ ഉത്തരം ശരിയാണ്. സംയോജിത ശിശുവികസന സേവന പരിപാടി, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ടീം ഇക്ക് 5 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ ഓരോ ടീമിനും ലഭിച്ച ആകെ മാർക്ക് ഇപ്രകാരമാണ്. ടീം എ സീതി സാഹിബ് HSS തളിപ്പറമ്പ 44 മാർക്ക്. ടീം ബി GHSS കണ്ണാടിപ്പറമ്പ 47 മാർക്ക്. ടീം സി കൂടാളി HSS 54 മാർക്ക്. ടീം ഡി പള്ളിക്കുന്ന് GHSS 26 മാർക്ക്. ടീം ഇ ഇരിട്ടി HSS 49 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരിയിൽ 54 മാർക്കോടുകൂടി ഒന്നാമതെത്തിയത് കൂടാളി HSS ആണ്. അഭിനന്ദനങ്ങൾ. രണ്ടാമതെത്തിയത് ടീം ഇ ഇരിട്ടി HSS ആണ്. അവർക്ക് കിട്ടിയ പോയിന്റ് 49 പോയിന്റാണ്. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം മലയാളം അടിസ്ഥാന പാഠാവലി പ്രശ്നോത്തരി കേൾക്കാം. ക്യൂസ് മാസ്റ്റർ സി സുവർണലത, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണാടിപ്പറമ്പ്. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.